ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഒരു പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 3-4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. അത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ വലിപ്പത്തിലുള്ള ഇതേപോലത്തെ 3 പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. 15 വെളുത്തുള്ളി, അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയായിരുന്നു കേട്ടോ. അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. 15 അല്ലി വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഞാൻ ചതച്ചെടുത്തത്. അതിലേക്ക് ഞാനൊരു 12 കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 12 എണ്ണം ഇതേപോലെ ചതച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുകയാണ്. കാന്താരി മുളക് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ മുളകിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളക് ചേർത്തത്. അതുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളകാണെങ്കിലും ഒരു 2-3 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് സാമാന്യം വലിപ്പമുള്ള ഒരു 2 സവാള, അതാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പം ചെറുതാവണമെന്നൊന്നുമില്ല, നമുക്ക് ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പം ഞാനൊരു 4 പീസായിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കണം. ഇതേപോലെ അരിഞ്ഞെടുക്കാം. അത് നമുക്ക് വാടുന്നത് വരെ ഒന്ന് ഇറക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള ചെറിയ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വലിപ്പമുള്ള സ്പൂണിൽ ഇതാണ് കേട്ടോ, 1 സ്പൂൺ നിറച്ച് വെക്കത്തക്കത്തിൽ ഒരു ചെറിയ സ്പൂണാണിത്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആ സ്പൂണിൽ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ മസാലകൾ വളരെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്താൽ നല്ല ഡാർക്ക് കളറായിട്ടിരിക്കും നമ്മുടെ കറി. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. അത് നന്നായിട്ട് മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നല്ല ഇതൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ സ്പൂണിൽ 3 ടീസ്പൂൺ കുരുമുളക്, പിന്നെ അതേ തന്നെ ആ സ്പൂണിൽ തന്നെ 2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ഞാൻ പൊടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചു കൊടുത്തതാണ് ഈ പേസ്റ്റ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ 1-200 ഉണ്ട്. എല്ലൊക്കെയുള്ള ഭാഗം കുറേ മാറ്റിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കൂടുതലുള്ള എല്ലുള്ള ഭാഗം മാറ്റിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളകാണ് ഇതിൽ മുന്നിലിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 3 ടീസ്പൂൺ കുരുമുളക് അരച്ചെടുത്തത്. ഫ്ലെയിമിൽ കുറച്ച് കൊടുക്കാനുണ്ട്. ഇത്ര നേരം ഹൈ ഫ്ലെയിമിലാണ് ഇറങ്ങുന്നത്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തു. ഇതൊന്നും മുരിഞ്ഞത്. അതോടൊപ്പം ഞാൻ ഇതരച്ച ഇതുണ്ടല്ലോ ജാറും കൂടി ഒന്ന് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് മുരിഞ്ഞത് നമുക്ക് സവാള ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് ഒരു 5 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി വലിപ്പമുള്ളത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് അതിട്ട് കൊടുക്കാം. തക്കാളി അങ്ങനെ വാടി വരണമെന്നൊന്നുമില്ല. നമുക്ക് അതോടൊപ്പം തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നേ 200 ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വലിപ്പമുള്ള പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായി, അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ, ആവശ്യമുള്ളത്. അപ്പോൾ അതുകൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിക്ക് പകരം ചിലർ തൈര് ചേർത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ തൈരാണ് കേട്ടോ ചേർക്കുന്നത്. തൈരും ചിക്കനും കൂടി അത്ര ഇതല്ല എന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തക്കാളി എടുത്തത്. അല്ലെങ്കിൽ ചിലർ വിനാഗിരി ചേർത്ത് കൊടുക്കും, അതിൻ്റെ ടേസ്റ്റും അത്ര ഇതായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇത് അരച്ച കുരുമുളക് അരച്ച പാത്രമില്ല, അതൊന്ന് കഴുകി ഒരു 2 ടീസ്പൂൺ വെള്ളം, 2-3 സ്പൂൺ വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഗ്രേവി ഇല്ലാത്ത പോലെയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി വെന്ത് വരുന്നവരെ ഒന്ന് മൂടിയിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഞാനൊന്ന് മൂടിയിട്ട് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടി നന്നായിട്ട് ചേർത്ത് ഇളക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇതിൽ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി കിട്ടണം നമുക്ക്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പകുതിയോളം വേവായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിതൊന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് കൂടി ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ് ഇത്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് നന്നായിട്ട് എല്ലാവരും നല്ല കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇടുമ്പോൾ ചെറിയ ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം, ചിക്കനിലെ വെള്ളം നോക്കിയിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇതിലേക്ക് ചേർക്കണമെങ്കിൽ ഇതേപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിക്കനിലെ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് വന്നിട്ട് എന്തോരം വെള്ളം വേണം എന്ന് വെച്ചാൽ കേട്ടോ. ഇനി ഇതിൻ്റെ മീതെ ഞാൻ കുറച്ച് മല്ലിയില തൂളി കൊടുക്കാൻ കേട്ടോ. ഇതിന് മല്ലിയില കുറവാണ്, ഞാനത് ഇട്ട് കൊടുക്കുക. നമ്മളുടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.